അതുകൊണ്ട് അവന്മാർ അത്ര പറഞ്ഞു. അവന്മാർ വലിയ ഡീസന്റ് ആണ് അവന്മാർ വിചാരം. അവന്മാർ അതിൽ കൂടുതൽ കൊല്ലാൻ ആളെ കൊല്ലാൻ വരും. ഇതാണ് വള്ളംകുളത്തെ ട്രാഫിക് ജാം. Ladies and gentlemen, we are waiting for last 30 minutes just to cross 1 kilometer. അവിടെ നിന്നുള്ളതിനെ പറഞ്ഞു വിടാൻ വിടുന്നോണ്ടായിരിക്കും ഈ ലൈൻ ബ്ലോക്ക്. എവിടെ റോഡ് പണിയാ? റോഡ് പണിയാണോ എന്തോ നടത്തില്ല. ഇത് വേറെ എന്തെങ്കിലും പ്രശ്നമാണ്. അതാ അവരത്രയും ചൂടായതല്ലേ? നേരം കിടന്നാണ് അവന്മാർക്ക് ചൂടാകുന്ന വലിയ കാലമാണ്. ബസ്സുകാരും ഓട്ടോക്കാരും രണ്ടു കൂട്ടം ശരിയാണ്. എനിക്ക് നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ എവിടുത്തുകാരനാണെന്ന് അറിയാലോ. മനസ്സിലായോ? അപ്പൊ ഈ നാട്ടുകാരനല്ലെന്ന് അറിയുമ്പോഴത്തേക്കും അവനെത്ര പറയും. അതേസമയം ഈ ലോക്കൽ സ്റ്റാൻഡിൽ കിടന്ന് വിടുന്നതിനാണ് അവനെ പറയൂല. കാരണം തിരിച്ച് നാളെ ഇതിലെ വരേണ്ടതാണല്ലോ. ജാതി ചോദിക്കുന്ന പോലെ തന്നെ നമ്പർ പ്ലേറ്റ്. അതിപ്പം നിങ്ങളുടെ അവിടുത്തെ കേസ് പറഞ്ഞാൽ അങ്ങനെയാണ് ആരും കണ്ടുപിടിക്കില്ല. ഇനി മണ്ണിന്റെ ഇത് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. എല്ലാവർക്കും ഒരുപോലെ. അവിടുത്തെ വിദേശത്തെ കേസ് പറഞ്ഞത് അതാകുമ്പോൾ ഒരു വിഷയമില്ല. ഇത് നമ്മൾ ഇടുക്കി രജിസ്ട്രേഷൻ ആയതുകൊണ്ട് എറണാകുളത്ത് വന്നിട്ടുണ്ടല്ലോ. നമുക്കിട്ടുണ്ട് തട്ടിയാലുണ്ടല്ലോ. നമുക്ക് ആദ്യം തല്ലാൻ വരും. അതാണ് വിഷയം. ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്താവ് അറസ്റ്റ്. ഇഷ്ടം പോലെ വണ്ടി ഫ്രണ്ടിലോട്ടുണ്ട്. അതാ മറ്റേ അത്രയും കാര്യം പഠിച്ചത്. നീ എന്നാണത്തിന് ഇപ്പം അങ്ങോട്ട് ഓടിച്ചിരുന്നത്? ഇവിടെ പോലീസ് നിൽക്കുന്നല്ലേ? അല്ല, പോലീസ് അങ്ങോട്ട് ബൈക്കിൽ പോയിട്ടുണ്ട്. ഭയങ്കര ലൈനപ്പ് ആട്ടോ. അതാ ഇടയ്ക്ക് വണ്ടിക്കാർ തിരിച്ചു പോയായിരുന്നേ കുറെ പേര്. അവിടുന്ന് വന്ന വണ്ടിക്കാർ പറഞ്ഞു കാണും. പറഞ്ഞാണ് നമുക്ക് ഈ വഴിക്ക് പോകേണ്ടോണ്ട് തിരിച്ചു പോകാൻ പറ്റൂലല്ലോ. നാളത്തെ ശവടക്കുള്ള കണ്ടിട്ട് പോകേണ്ടി വരും. നാളെ നടക്കുക. ബുധനാഴ്ച ബുധനാഴ്ച അതെ അല്ലേ? നാളെ ചൊവ്വ. ശരി. നീ ചെല്ലടാ മാനെ, ഒന്നും ഇവിടെ അല്ല. അല്ലാതെ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യാനാ? സുധീഷ്, ഇത് 6 അടി. ഇത് കവിയൂർ ഗ്രാമപഞ്ചായത്ത് തൊട്ടപ്പുറത്ത് വളവിനപ്പുറത്ത്. ചക്ക കിടക്കുന്നുണ്ടോ? മുറിച്ചെടുത്ത് ചക്ക കിടക്കുന്നുണ്ടോ? ആ മോളിൽ പഴുത്ത ചക്ക കിടക്കുന്നുണ്ടോ? പക്ഷെ ആരാ കേറ്? അന്ന് ആ ജിബിയുടെ പപ്പ പറഞ്ഞ തന്നുവിടട്ടെ. വീട്ടിൽ കൊണ്ട് എങ്ങനെ വെക്കാനാ? അന്ന് നമ്മളങ്ങ് പോവില്ലായിരുന്നോ? അവിടെ കഴിക്കാൻ ആരും ഇല്ലാത്തോണ്ട് മേടിച്ചോണ്ടോ? മധുരമുള്ളായിരിക്കോ? മുറിച്ചു തരും. ആണോ? എന്നാ നമുക്ക് പോകുന്ന കഴിക്കണം. മേടിച്ചോളാം. അതെ അതെ, അതിനുവേണ്ടി തിരക്കുന്നത്. ജോൺ ജേക്കബ് ഇങ്ങോട്ടാണ് ആയിരിക്കും. ഒരു മിനിറ്റ്. ഇല്ല, ഇങ്ങോട്ടാണോ? അല്ല, അതെ പുള്ളി അടുത്തൊന്ന് ചോദിക്കാന്. നമ്മൾ പ്രിയ തമ്പാച്ചാൽ ആദരാഞ്ജലി. അയ്യോ, നമ്മൾ സൈഡ് മാറിപ്പോയോ? പക്ഷേ ഇനി പടം വെച്ചോണ്ട് ആരെയും പറഞ്ഞില്ലല്ലോ. നടന്നു പോകുന്ന ആ കടയിൽ ചോദിക്കാവേ. അല്ലെങ്കിൽ നമുക്ക് തിരിക്കാനും പ്രയാസം വരുമല്ലോ. നമുക്ക് അടുത്ത ലെഫ്റ്റ് ആ മറ്റേ കവിയൂര് പോകാൻ കാണിക്കുന്നത്. ഈ തൊട്ടപ്പുറത്ത് 500 മീറ്റർ ലെഫ്റ്റ്. നമുക്ക് ഈ കവല തന്നെയാ. അതെ, അച്ഛൻ്റെ വീട് ഇവിടെ തന്നെയാ. റൈറ്റിലോ ലെഫ്റ്റിലോ? ഈ റോഡിൽ തന്നെയാണോ?
പക്ഷെ എന്നാ കബീർ പള്ളി വേറെ റോഡാ. അത് നമ്മളൊരു റെഫറൻസ് ഇല്ല, നമുക്ക് ചോദിക്കാം ഇവിടെ കണ്ടോ ആരോടെങ്കിലും. മച്ചാൻ്റെ ഫോട്ടോ ആയിരുന്നു വെച്ചത്. ഞാൻ വഴി ആരും നടത്തില്ലല്ലോ. ഇല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് ചോദിക്കാം എൻ്റെ ഇവിടെ ഈ വീട്ടിലോ ഇവിടെ എന്തെങ്കിലും കടയുണ്ടല്ലോ. നമ്മുടെ മരിച്ചുപോയ പുള്ളിയുടെ വീട് ബൈബിൾ സൊസൈറ്റി ബെന്തിക്കോസ് മിഷൻ. ഷൈനി ഇവിടെ തന്നെയാണ് എൻ്റെ നീ ചോദിച്ചാൽ പറഞ്ഞു കേട്ടോ. ഈ പുള്ളിയോട് നീ നിൽക്കുന്ന വഴിക്ക് ഇച്ചിരിയുടെ മുമ്പിലായിരിക്കും. ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ഇല്ല. മരിച്ചു പോയ തമ്പാച്ചാൻ്റെ വീട് എവിടെയാണെന്നറിയോ? അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവിടെ അതിൻ്റെ ആലിൻ്റെ മുകളിലോട്ട്. നമ്മളായിട്ട് ചുമ്മാ നോക്കി അങ്ങോട്ട് നിങ്ങൾ എവിടുന്ന് വരിക? നിങ്ങൾ എവിടുന്ന് വരിക? അയ്യോ ആണോ പുള്ളിക്ക് നമ്മളെ ഒഴിവാക്കി വിടുന്നു. ഫോൺ വിളിച്ചോണ്ടിരിക്കുക. മരിച്ചു പോയോ? അയ്യോ മരിച്ചു പോയോ? ഈ കടക്കാരനറിയാം. നമുക്ക് കടക്കാർ ചോദിക്കാം. ഈ കട ചോദിക്കാം. ഇവിടെ ഉള്ള കടക്കാരനായിരിക്കും ഇത്. ആ ഒരു പുള്ളിയുടെ വീഡിയോ വലിച്ചിരിപ്പുണ്ട്. അപ്ലോഡ് വെച്ചാൽ മതി. എവിടെ കാണുന്നില്ല. ആ മരിച്ചു പോയ തമ്പാച്ചാൻ്റെ വീട് എവിടെയാണെന്നറിയോ? ഇച്ചിരി മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഈ സൈഡാണോ? എത്രയും ദൂരം പോകണം? കവല വരെ പോകണം. കവല തന്നെയാ വീട്. ഓക്കെ. ആ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ താങ്ക് യു. തന്നെ പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നത്. സാറ് ഫോൺ പിടിച്ചോണ്ട് വരുന്നോണ്ട് പുള്ളിക്ക് ഒരു കൺഫ്യൂഷൻ. അതാ വീഡിയോ പിടിച്ചോണ്ട് വരുന്നോണ്ട് പുള്ളി അകത്താ നോക്കണം. പുള്ളി ഓർത്ത് പുള്ളിയോട് അഡ്രസ് ചോദിക്കുന്നതിന്റെ വീഡിയോ പിടിക്കുവാന്ന്. അതാ പുള്ളിക്ക് അവിടുന്ന് പുള്ളി ഡീസന്റ് ആയിട്ട് സിഗരറ്റൊക്കെ മാറ്റി പിടിച്ചെഴുന്നേറ്റ് വന്നു കണ്ടില്ലേ? സ്ക്രിപ്റ്റ് നോക്കി പറയുന്ന പോലെ സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്ന നാളെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. നാളെ പുള്ളി ശരിക്കും അടിച്ചിട്ടുണ്ട്. കണ്ണ് ചുമന്നില്ല. ഒരാള് CCTV വീട്ടിലെ ഷനി അയാൾ റിപ്പയർ ചെയ്യായിരുന്നേ. തൊട്ടപ്പുറത്തെ വീട്ടിലെ പോലീസുകാരൻ്റെ വീടായിരുന്നു. അയാളുടെ വീട്ടിലോട്ട് CCTV തിരിച്ചു വെച്ചെന്നും പറഞ്ഞ അയാൾ വന്ന് അയാളുടെ നെഞ്ചത്തിനുണ്ട് കുത്തി ഒരു പരുവായി കളഞ്ഞു. അയാൾ റിട്ടയർഡ് പോലീസുകാരനാ അപ്പുറത്തെ വീട്ടിലെ. ഇവിടെയാണോ അവിടെയാണോ? ഇവിടെ ഇഷ്യൂ വള്ളംകുളത്ത് ഒരുപാട് മീനുണ്ടല്ലോ. അവരെല്ലാം എന്താ നുറുക്കി വെക്കുന്നു കത്രിയൊക്കെ വെച്ച്. കടലിൽ നിന്ന് വമ്പോഴി കയറിയിരുന്നാണോ? ആണോ? ആറ്റുമീനാണോ അതോ? ആ മത്തി കിടക്കുന്നുണ്ടോ? ഓ ഇവർക്ക് വേണ്ടി പെട്ടുക വന്നിങ്ങ ഇത് ഈ വീട് ഈ ഇങ്ങനെയുള്ളിടത്ത് നോക്കിയാണ്. അതല്ലേ മെഡിക്കൽ സെന്റർ കാണുന്നുണ്ട്. എന്നാ കാരുണ്യ മെഡിക്കൽ സെന്റർ. അതല്ല വണ്ടികളൊക്കെ ഒത്തിരി ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അല്ല അത് ഹോസ്പിറ്റലും അല്ല. റൈറ്റ് സൈഡിൽ കാണാന്നാ പുള്ളി പറഞ്ഞ്. അതെ അത് അവരവിടെ കൊണ്ടാ ബോർഡ് വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാകും ആൾക്കാർക്ക്. ചിലപ്പോൾ ആ വഴി ഇറങ്ങി പോകട്ടെ. അതെ പക്ഷെ അത് വെച്ചു നല്ല ഈ സൈഡിൽ ബോർഡ് കാണുമായിരിക്കും. കോട്ടയം ഫാസ്റ്റൊക്കെ പോകും. ബാബയുടെ മുമ്പിൽ തന്നെ ആയിരിക്കും ഈ ബ്ലോക്ക് എല്ലാം. അല്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന കവലയുണ്ടല്ലോ, കവലയല്ല ബ്ലോക്ക്. കവിയൂരിന് തിരിയുന്ന കവലയാണല്ലോ തൊട്ട് ഫ്രണ്ടില്. എന്തേലും തട്ടി കാണാം. അവിടെ പോലീസൊന്നും കാണിയല്ല, സിഗ്നലൊന്നും കാണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടി. ഫയർഫോഴ്സിന്റെ വണ്ടി കിടപ്പുണ്ട്. കത്തിക്കാണോ? ഫയർ എഞ്ചിൻ വണ്ടി കിടപ്പുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചാൽ വണ്ടി ആക്സിഡന്റ് ഉണ്ടാവും. ഷൈനി ഷാലോൺ ഫെറോഷിപ്പ് ഹോള് ഭയങ്കര ആൾക്കൂട്ടം ഉണ്ട് അവിടെ. അയ്യോ വണ്ടി ഇടിച്ചതാ. ടോറസ് ഇടിച്ചതാ. നമുക്ക് ആ റൈറ്റ് സൈഡ് വഴി ഒന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? ആ വീട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്താണ്. നമുക്ക് പോയി നടന്നിട്ട് പോയിട്ട് ഇവിടെ എത്തേണ്ട ഇവിടോട്ടൊന്ന് കയറ്റിയിട്ട് നമുക്ക് അത് വഴി നടന്നു പോകുന്നേ. എങ്ങോട്ട് പോകാനാ? അവരുടെ വീട്ടോട്ടെ. വീട്ടിൽ അവിടെയാണോ നോക്കിട്ട് പോവാം. വീട് എവിടെ നടത്തില്ല. ഇവിടെ അടുത്ത് തന്നെ നോക്കിട്ട് പോവാം. അവിടെ ഇത് കഴിഞ്ഞിട്ടാണെന്ന് നമ്മൾ അവിടെ ചെന്ന് കയറാൻ പിന്നെ വഴി കിട്ടുകയല്ല. അത് എവിടെയാണല്ലോ നമുക്ക് വീട്ടോട്ട് പോകുന്നേ. എന്നാൽ ബസ്സുകാരോട്ട് പറഞ്ഞില്ലല്ലേ? അങ്ങോട്ട് പോകുന്ന ബസ്സുകാരൊന്നും പറയുന്നില്ല. ആരെന്താ ടോറസ് ഇടിച്ച് കിടക്കുന്ന വലിയ ലോറി ഇല്ലേ, ഫയർ എഞ്ചിൻ ഉണ്ടെന്നാണ് കിടക്കുന്നത്.
തീ പിടിച്ചോ അത് കുറേ കറുത്തൊക്കെ ഇരിക്കും. ആൾപ്പരിപ്പൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. അവര് പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ കവല എത്താറായി. വല സൈഡിലൊന്നും ബോർഡൊന്നും കാണുന്നില്ല. അല്ല കവല എത്തണമെങ്കിൽ ഇച്ചിരി പോണമെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. ഇതാ കവല. ആ വണ്ടി അങ്ങോട്ട് കൊണ്ട് തിരിയുന്നില്ലേ? നമ്മളടുത്തു. ഈ ഓട്ടോയ്ക്കാണെങ്കിലും കയറി വന്ന് നമുക്ക് പോകാനുള്ളതേ ഉള്ളൂ. ആ വീടുകളൊന്നും അല്ലല്ലോ. അല്ല ഇതിലൊരു ബോർഡ് കാണില്ല. പക്ഷേ ഇല്ല ആ വീടിന്റെ മുമ്പിൽ ഈ ഫോട്ടോ വെക്കുമല്ലോ അച്ഛേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആക്സിഡന്റ് പ്രോൺ ഏരിയ. ഞാൻ അമ്മച്ചോട് വെച്ചേക്കുന്ന ആ മരിച്ചുപോയ തമ്പാച്ചൻ അങ്കളുടെ വീട് അറിയോ? ഒരു കഴിഞ്ഞ നാട്ടുകാരിയാണ്. നാട്ടുകാരെ ഇവർക്കൊന്നും പഴയ ആൾക്കാരെ അറിയണമെന്നില്ല. ആ നിൽക്കുന്ന ആളോട് ചേർപ്പ് ഈ മരിച്ചുപോയ തമ്പാച്ചനങ്ങളുടെ വീട് ഏതാ? പുറവശം. ഓക്കെ ഓക്കെ താങ്ക് യു ഡിയർ. വണ്ടി കത്തിയതാണോ? ബ്ലോക്ക് നമുക്ക് ജംഗ്ഷനിൽ തന്നെ. അപ്പം ഫയർ എഞ്ചിനൊക്കെ ഇപ്പോഴാണല്ലോ വന്നത്. എന്ത് പറ്റിയോ എന്തായാലും മറ്റേ ആംബുലൻസ് ഒക്കെ വന്ന് നമുക്കിവിടെ ഒതുക്കിയിട്ടിട്ട് നടന്നാലോ? ഇവിടെ ഇടാൻ പറ്റൂല. വീട്ടിലൂണ് ആംബുലൻസ് ഒക്കെ വന്നായിരുന്നു കേട്ടോ. ICU വണ്ടിക്ക് തീ പിടിച്ചതാ. ഇഷ്ടംപോലെ പോലീസ് വണ്ടി ഉണ്ടല്ലോ. ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ഏതാണ്ടൊക്കെ ലൈവായിട്ട് നടക്കുന്നുണ്ട്. അതെ വണ്ടി തീ പിടിച്ച് കത്തിപ്പോഴാണ് ലോറി കത്തി നിൽക്കുന്നത്. തൊട്ട് നമ്മുടെ ഫ്രണ്ടിലുണ്ടല്ലേ? മരിച്ചു കറക്റ്റാ മരിച്ച വീടിന്റെ ഫ്രണ്ടില്ല. നമ്മളങ്ങോട്ട് കിടക്കാൻ നമുക്ക് അപ്പുറത്ത് പോയിട്ട് തിരിച്ചു കൊണ്ട് വരുമോ? സാർ ആ മൊബൈൽ വേണം മാറ്റി പിടിച്ചോന്ന്. നമ്മളാ മരിച്ച വീടിന്റെ ഫ്രണ്ടിൽ തന്നെ തീ പിടിച്ചിരിക്കുന്നത്. ഓ ഇത് കണ്ടോ നടുക്ക് ടോർസ് വന്ന് നിർത്തി കിടക്കുന്നത്. ഇത് ആർക്കണ്ട് തട്ടിയെന്ന് തോന്നുന്നില്ല. എന്നാ ലോഡാ പിന്നെ. നമുക്ക് തിരിയേണ്ട വീട് ഏതാ? ഇന്നലെ എങ്ങാണ്ട് തിരിഞ്ഞ കേട്ടോ. അതാ വീട് ഇവിടെയാ. ഇവിടെ ലെഫ്റ്റ് വേണേലും പാർക്ക് ചെയ്ത് നമുക്ക് പോകാം കേട്ടോ. കണ്ടുപിടിച്ച വീടാ. അവിടെ ബോർഡ് വെച്ചിരുന്നു. കുട്ടികളുടെ പാർക്ക്. ഓക്കെ തിരിയണ്ട കേട്ടോ. ഇവിടെ വീട് ഇതാണോ വീട്? അവിടെ കൂടിയുണ്ട്. കരിങ്കുടിയുണ്ട്. ഡെഡ് ബോഡിയോ? കരിങ്കുടി. അതാണോ? ആയിരിക്കാം. പക്ഷെ അവിടെ ഒന്നുമില്ല. ബോർഡ് ഫോട്ടോ ഒന്നുമില്ല. ഇല്ലല്ലേ? ചിലപ്പം അവരുടെ അടുത്ത വീടായോണ്ടേ ഇത് വലിയ അമ്മളിയായി പോയല്ലോ നമുക്ക്. അതെ അവിടെ ചെന്ന് പുള്ളി ഇവിടുത്തെ തന്നെയല്ല. പുള്ളി വണ്ടി ഒതുക്കിയിട്ട് നിൽക്കുന്നു. ഇവിടെ ഇതൊന്ന് കയറ്റിയിട്ട് നമുക്ക് പോയിട്ട് വരാം.